എന്നാൽ ശാന്തി സമ്പൂർണമായ വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ആദർശങ്ങളെ മൗദൂദി സാഹിബ് സ്വന്തം വീക്ഷണത്തിൽ അവതരിപ്പിച്ചപ്പോൾ ആ വീക്ഷണപ്രകാരം ഇസ്ലാം വാളുകൊണ്ട് കാര്യങ്ങളെ നേരിടുന്നൊരു മതമായി, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സംഘമായി മാറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മൗദൂദി സാഹിബ് തന്നെ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. നമുക്കറിയാം, മൗദൂദി സാഹിബിന്റെ കുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, തഫ്ഹീമാത്ത് എന്ന പേര്. ആ തഫ്ഹീമാത്തിൽ റവദാരിക്ക് ഗൈർ ഇസ്ലാമി തസവ്വുർ എന്ന ഒരു ഹെഡിങ്ങിന്റെ ഒരു അധ്യായത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്, വാസ്തവത്തിൽ മുസൽമാന്റെ അസ്തിത്വം തന്നെ അനിസ്ലാമിക ഭരണകൂടങ്ങൾക്ക് വെല്ലുവിളിയായേ തീരൂ. എവിടെയെല്ലാം അനിസ്ലാമിക ഭരണവ്യവസ്ഥ നിലനിൽക്കുന്നുവോ അവിടെയൊക്കെ ഇസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കാൻ അത്യധ്വാനം ചെയ്യുക എന്നതാണ് ഈമാൻ സത്യസന്ധമാണെന്നതിന്റെ തെളിവ്. ഇത്തരം പരിശ്രമങ്ങൾക്ക് മുമ്പിൽ ആരൊക്കെ സഹിഷ്ണുത കാണിക്കും, ആരൊക്കെ സഹിഷ്ണുത കാണിക്കുകയില്ല എന്നതൊന്നും പ്രശ്നമാക്കേണ്ടതില്ല. അമുസ്ലിങ്ങളുടെ സഹകരണം ലഭിക്കുമോ ഇല്ലേ എന്നൊന്നും നോക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം തന്നെ. എന്നാൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റേതല്ലാത്ത ഭരണം നടത്താൻ ഒരാൾക്കും അവകാശമില്ല. അതാണ് ഏറ്റവും വലിയ ഫിത്ന. അനിസ്ലാമിക നിയമ വാഴ്ചയാകുന്ന ആ ഫിത്നയെ തുടച്ചു നീക്കുന്നത് വരെ മുസൽമാന്റെ വാളുകൾ ഉറയിൽ പോവുകയില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂദി സാഹിബ് തഫ്ഹീമാത്തിന്റെ 2ാം വാള്യത്തിൽ എഴുതി വെച്ചു. അപ്പോൾ അനിസ്ലാമിക ഭരണവ്യവസ്ഥ ഇല്ലാതാക്കുന്നത് വരെ മുസ്ലിങ്ങൾ വാള് ഉറയിലിടാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി മൗദൂദി സാഹിബ് എഴുതി വെക്കുക വഴി തീവ്രവാദപരമായ ചില ചിന്താഗതികളിലേക്ക് ചില ആളുകൾ വഴുതി വീണു എന്ന് മാത്രമല്ല, മൗദൂദി സാഹിത്യങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ ശ്രമിച്ച അമുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ ആളുകളാണ് എന്നും അതുപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അതാണ് എന്നും തെറ്റിദ്ധരിച്ചു. നമുക്കറിയാം, ഈ ഇന്ത്യ രാജ്യത്ത് പോലും അല്ല, ഈ കൊച്ചു കേരളത്തിൽ പോലും RSSന്റെയും BJPയുടെയും ഒക്കെ ശാഖകളിൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ സുലഭമായി വായിക്കപ്പെട്ടു. എന്തിനാണ് വായിച്ചത്? ഈ നാട്ടിലുള്ള ഹൈന്ദവരെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അതാണ് അവരുടെ അജണ്ടയെന്നും സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് RSSന്റെ ശാഖകളിൽ മൗദൂദി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ വായിക്കപ്പെട്ടു എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ നിലയ്ക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്തിയ ഒരു വ്യക്തി ഈ അടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ചു, ഖുർആൻ പഠിച്ചു, ഖുർആനിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കി, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. RSSന്റെ ശാഖയിൽ ഒരു RSSകാരനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനു ശേഷം നമുക്കറിയാം, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നടത്തിയ പ്രോഫ് കോണിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അനുഭവം പറഞ്ഞു. RSSന്റെ ശാഖയിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വെറുപ്പായിരുന്നു എനിക്ക്, അങ്ങേയറ്റം ദേഷ്യമായിരുന്നു എനിക്ക്. കാരണം മുസ്ലിങ്ങളെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് RSSന്റെ ശാഖകളിൽ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിരുന്നത് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളിൽ നിന്നായിരുന്നു, കൃതികളിൽ നിന്നായിരുന്നു. അത് കേട്ടപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് അങ്ങേയറ്റം വിരോധം വെച്ച് പുലർത്താൻ അത് ഞങ്ങൾക്ക് കാരണമായി തീർന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയം മൗദൂദി സാഹിബിന്റെ ആശയമല്ല, മൗദൂദി സാഹിബ് പറഞ്ഞതല്ല എന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇപ്പോൾ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് ഇസ്ലാമിനെയാണ് എന്ന് ആ ചെറുപ്പക്കാരൻ പരസ്യമായി നമ്മോട് പറഞ്ഞു. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഈ നിലക്ക് തഫ്ഹീമാത്തിലെ ഉദ്ധരണികൾ പോലെയുള്ള ഉദ്ധരണികൾ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും കോണുകളിലും വിതരണം ചെയ്യപ്പെടുക വഴി ഇസ്ലാമിക വിരോധം വെച്ച് പുലർത്തുന്ന ആളുകൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മൗദൂദി സാഹിബിന്റെ ഉദ്ധരണികൾ കടമെടുത്തു എന്നതിന്റെ വളരെ വ്യക്തമായ പല തെളിവുകളിൽ ഒരു തെളിവാണത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.